എന്താണ് രണ്ടുപേരും ഭയങ്കര ചർച്ചയിലായിരുന്നു തോന്നല്ലോ, പുറത്ത് കേൾക്കാറുന്നല്ലോ. ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇവര് വേറെ ഒരു പണിയില്ല ഇങ്ങനെ. എനിക്കറിയാ വയ്യ. ചുമ്മാ ഏത് നേരം നോക്കിയാലും അനുരാധയുടെ പുറകെ ഇങ്ങനെ നടന്നോളും. ഓ പിന്നെ സാറിന്റെ കാര്യം ഒന്ന് പറയണം. സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വളരെ ബുദ്ധിമുട്ടി ഡയറക്ടറെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ ഈ ഗംഭീര വേഷം ഞാൻ തട്ടിയെടുത്തത്. അറിയാലോ? നോക്കാം. ഈ സീരിയലിൽ ഒരു ഒന്നാന്തരം കിടിലൻ ഒരു വില്ലത്തിയുടെ വേഷം. വില്ലൻ ചുമയെന്നല്ല പറഞ്ഞ വില്ലത്തിയുടെ കാര്യമോ. വില്ലത്തിയാണോ? എന്റെ അനുരാധയ്ക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ ഈ സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ജനം ശ്രദ്ധിക്കുന്നത് വില്ലത്തിമാരെയാണ്. നായികയെ കണ്ടിട്ടില്ലേ? നായിക ഏത് നേരം നോക്കിയാലും ഇങ്ങനെ കരഞ്ഞോണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. വില്ലത്തിമാരായിരിക്കും ആ സീരിയലിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് കഥാസാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്മായിയമ്മയെ കണ്ടുകൂടാൻ പാടില്ലാത്ത ഒരു മരുമകൾ. അമ്മായിയമ്മയാണെങ്കിൽ വളരെ വളരെ പാവം ഒരു സ്ത്രീ. ഏതു നേരം നോക്കിയാലും ഭജന, പ്രാർത്ഥന അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതാണ് ഇതിന്റെ ഒരു കഥാസാരം എന്ന് പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാന് വീട്ടിൽ കൊണ്ടേ പഠിച്ചിട്ട് നാളെ ചെയ്യാം നമുക്ക്. അല്ല അത് അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതായത് ഒറ്റയ്ക്ക് പോയി പഠിച്ചാൽ പറ്റുമല്ലോ, ഒരാൾ നിർത്തി പഠിപ്പിക്കണം നിങ്ങളെ. ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്ന എന്നാണെന്നറിയോ? ഇതിനകത്തൊരു ഭർത്താവിന്റെ വേഷം ചെയ്യണം. അതിനാളെ ഇനിയിപ്പം അതിപ്പോ എന്തു ചെയ്യും? ഇതിലൊരു ഭർത്താവിന്റെ ഒരു ചെറിയൊരു സീനുണ്ട്. ദിവാറങ്ങ് ചെയ്യോ? അത് ശരിയാവില്ല. പുള്ളിക്ക് സീരിയൽ ചെയ്യണമെന്ന് ഇഷ്ടമല്ല. ആര് പറഞ്ഞു? എനിക്കിഷ്ടമാ. ഞാൻ പണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നേ. മിണ്ടാരി എന്തോ ചെയ്യണ്ടേ? അല്ല, ഇതിനകത്ത് വലിയ അഭിനയത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതിനകത്തൊരു ഒരു ഭർത്താവ്, ഒരു മണോണാഞ്ചൻ ഭർത്താവാ, ഒരു മണ്ണുണ്ണി. സീരിയലാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഭർത്താക്കന്മാർ അങ്ങനെ ആയിരിക്കും. അപ്പൊ വെറുതെ നിന്ന് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തോളാം. അതേ പവിത്ര, എന്തായാലും ഞാൻ റിഹേഴ്സലിൽ നിൽക്കാം. പക്ഷേ ആ വേഷം നന്നാവുകയാണെങ്കിൽ എനിക്ക് സീരിയലിനകത്തൊരു വേഷം ഉണ്ടാവില്ലല്ലേ? ആദ്യം കൂടെ നിന്ന് ഈ റിഹേഴ്സലൊന്ന് കറക്റ്റ് ആക്കാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം സീരിയലിനകത്ത് വേഷം പിടിച്ചു തരുന്ന കാര്യം. ആയിക്കോട്ടെ. സീരിയലിൽ കയറാൻ നിൽക്കുന്നത്. അപ്പൊ ശരി, ഒരു കാര്യം ചെയ്യ്, നമ്മൾ നേരെ റിഹേഴ്സൽ തുടങ്ങുകയാണ്. അയ്യോ, ഇവിടെ വെച്ച് വേണ്ട. അതെന്താ കുഴപ്പം? പ്രശ്നമാവും. ശരിയാ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവസാനത്തെ മുറിയിലോ ചെയ്യാം. അവിടെ പ്രശ്നം വന്നാലും കുഴപ്പമൊന്നുമില്ല, ബഹളം ആയാലും കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ആ മുറി എങ്കിൽ ആ മുറി ബാ. അല്ല, ഞാൻ ആന്റിണ്ടല്ലോ അല്ലേ? വേണ്ട ഇയാളെങ്കിൽ വന്നാൽ മതി. അപ്പൊ ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നായിരുന്നു. ഡയലോഗ് കാണാൻ പഠിച്ചായിരുന്നല്ലോ. അയ്യോ, ഞാൻ പഠിച്ചതാ കാണാതെ. ഇയാൾ പഠിച്ചായിരുന്നോ? പഠിച്ചു. ഇങ്ങോട്ട് വന്നേ. കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെട്ടു പോവാ. അതാ ഈ പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ ബലി ഇടാൻ വേണ്ടി പോകുന്നു. അല്ലല്ല, ഇൻഷർട്ട് ചെയ്തേക്കോ മുണ്ടിനകത്തോ? സാറ് ഇവിടുത്തെ സാറിന് പാൻറ് ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ സാറ് അങ്ങനെ നടക്കുന്ന നിക്കർ ഇട്ടുണ്ടോ? അല്ല, സാറിടും, ബാക്കിയുള്ളവരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല. ഓ അങ്ങനെ. അപ്പൊ എനിക്കൊരു ആഗ്രഹത്തിന് സീരിയലല്ലേ. ഓ ഗമക്കിരുന്നോട്ടോ. അപ്പൊ ഡയലോഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സീരിയൽ കാര്യം സംഭവം മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. കാരണം എനിക്ക് മാത്രം ഇച്ചിരി കലാവാസന ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിൽ എന്നെ നാണക്കെടുത്തരുത് രണ്ടുപേരും. ഞാൻ അവരോട് ഒരു നുണ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാന്ന് പറഞ്ഞു. അത് നുണയൊന്നുമല്ല, ഉള്ളതാ. അഭിനയിക്കും. ഞാൻ കിടലായിട്ട് അഭിനയിക്കും. അതിന്റെ കാര്യം എനിക്കറിയത്തില്ല. നീ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പണ്ടേ ഭയങ്കര അഭിനയല്ലേ. അത് പിന്നെ എനിക്ക് അറിയാമല്ലോ. തുടങ്ങാം. ശരി. അപ്പൊ ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. മേനകെ, ഞാൻ കുറച്ചു വൈകി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ജോലി തീർക്കാതെ ഇറങ്ങാൻ പറ്റില്ല. ഈ സാധനം ഒന്ന് അഭിനയിച്ച് കാണിച്ചു നോക്കാം. എന്റെ അല്ലേ? ഞാനല്ലേ നായകൻ? അതന്നെ. മേനകെ, ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. അതാ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ. ഓക്കെ അല്ലേ? എടാവേ, ഇത് സീരിയൽ. ഇത് നിന്റെ വീട്ടിൽ ചെന്ന് അമ്മ ഞാൻ അങ്ങ് പോവാണ്, ഞാൻ രാവിലെ കടയിൽ നിന്ന്. അങ്ങനെയൊന്നും അല്ല. സീരിയൽ എന്ന് പറയുമ്പോ അങ്ങനെ അല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ചുമ്മാ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഏക്കൊന്നുമില്ല. സീരിയലിന് സീരിയലിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ മീറ്റർ തെറ്റാതെ ഒരു അക്ഷരം പോലും വിഴുങ്ങാതെ അതുപോലെ പറയണം. പറ്റുമോ? നോക്കാം, ശ്രമിക്കാം. അപ്പൊ അതുപോലെ ഒരു, അതായത് ഭാര്യയുടെ താഴെ നിൽക്കണം ഭർത്താവ്. അങ്ങനല്ലേ? അങ്ങനെ പറ. മേനകെ, ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. എടാ അങ്ങനല്ല. നീ ഒരു നമുക്ക് മനസ്സിലായില്ല, ഒരു മണഗുണാഞ്ചനായിരിക്കണം. നീ സീരിയലൊന്നും കാണത്തില്ലല്ലേ? ഞാൻ കാണത്തില്ല. സീരിയലിൽ എപ്പോഴും ആണുങ്ങൾ മണഗുണാഞ്ചന്മാരാ. ആ റൂട്ടിൽ മേനകെ, ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയത്.
ഇങ്ങനെയൊക്കെ മിണ്ടാതെ അഭിനയിക്കാൻ പറയൂ എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു അഭിനയിച്ചു തന്നത് ഇടാ ഞാൻ പേടിച്ചു പോയി. അവള് സാധനം കയ്യിൽ കേക്കല്ലേ ഞാൻ ഡയലോഗ് മറന്നു കേക്കട്ടെ ഒന്നുകൂടെ പറഞ്ഞു ലാസ്റ്റ്. മേനകെ ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു, അതാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയത്. അല്ലെങ്കിലും ഹരി എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെയാണല്ലോ, ആ. എപ്പോഴും തിരക്ക്. ഇത് നിങ്ങളുടെ അമ്മയാണ് പറയുന്നതെങ്കിൽ 10 മിനിറ്റ് നേരത്തെ വന്നേനെ. ഓ ആ, എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട്? അതുകൊള്ള അതാണ് ഇവളെ അഭിനയിക്കാൻ അവൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൾ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന കാര്യത്തിൽ അവള് പുലിയാ. അത് നമുക്കറിയാലോ. അതാണ്. ഇനി നിന്റെ ഡയലോഗ് പറ. അളിയൻ പറഞ്ഞോ? എന്നെ അളിയൻ പറ, ഏത് ഡയലോഗ്? കൈയെടുത്ത അളിയനും എന്നെ സുഹൃത്തെ, ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറാണ്. അല്ലത് പറഞ്ഞില്ലല്ലോ. ഈ ഡയറക്ടറിന്റെ കസാര ഏത് കിഴങ്ങൻ കയറി ഇരുന്നെന്ന് പറഞ്ഞാലും അവരെ വിളിക്കേണ്ട സാറേ എന്ന് വിളിക്കണം. അങ്ങനാണെങ്കിൽ പവിത്രനെ ഞാൻ സാറേ എന്ന് വിളിക്കാം. ഓക്കെ, അത് ന്യായം. ഇനി ഞാൻ പറഞ്ഞു തരുന്ന ഡയലോഗ് പറയണം. ഇനി നിന്റെ ഡയലോഗാണ് ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നീയും അമ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം? പറ കേക്കട്ടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ. അമ്മയും നീയും എനിക്ക് എന്താ വ്യത്യാസം? അത് കറക്റ്റാ. അയ്യോ കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണ് ഭാര്യയുടെ കാര്യം നോക്കേണ്ടത്, അമ്മയുടെ കാര്യം നോക്കാൻ അച്ഛനുണ്ടല്ലോ. എന്നിട്ട് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എവിടെ പോവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പോയിച്ചിങ്ങോ? ഇല്ലെന്ന് പറഞ്ഞത് correct അയ്യോ, അല്ലേ ഞാൻ കറക്റ്റ് ഡയലോഗ് അല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഈ സീരിയലുകാരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? അവർ ചെറിയ സിഗരറ്റോടിന്റെ കവറിനകത്ത് എഴുതുന്ന പോലെ 3 4 ഡയലോഗ് എഴുതി വെക്കുള്ളൂ. ഇതാണ് ഒരു എപ്പിസോഡ് പോണത്. അപ്പൊ നിങ്ങൾ ഇത്ര സ്പീഡിൽ പറഞ്ഞിട്ട് പോകരുത്. ഓരോ സാധനം പറഞ്ഞിട്ട് അതിൻ്റെതായിട്ട് ഇടവശം ഫില്ല് ചെയ്യണം. അതായത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഹരി എന്താ ഈ പറയുന്നത്? അത് കഴിഞ്ഞ് നിർത്തണം. എന്നിട്ട് നമ്മളെ പെർഫോമൻസാ. കണ്ണുരുട്ടണം, ശ്വാസം വലിച്ചു വിടണം, പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കണം, പുരികം പൊക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യും. ഇത് പറയട്ടെ ആദ്യം. അത് ചെയ്യുന്നല്ലേ അല്ലേ? ഇത് സീരിയലാണോ അതോ യോഗ ക്ലാസ് ആണോ? സീരിയൽ ഇത്ര സാധനം വേണം. ഇത്രയും വേണോ? പിന്നെ പോട്ടെ, തുടങ്ങും. ഒന്നുകൂടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? കണ്ണുവിട്ട്. അയ്യോ കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭർത്താവാണ്. കണ്ണുവിട്ട് പുരികം പൊക്ക്. ഞാൻ പുരികം പൊക്കണോ? നീ ഒന്നും പൊക്കണ്ട. നീ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നിന്നിലേക്ക് റിയാക്ഷൻ വരികയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? ചേട്ടാ, നീ സീരിയലിലെ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴം പിഴുങ്ങിയായിട്ട് നിൽക്കുക. പഴം പുഴുങ്ങിയതുപോലെ റിയാക്ഷൻ ഞങ്ങൾ എടുത്തോളാം. അമ്മ എന്നും അമ്മയല്ലേ? ഇല്ല, അമ്മ എന്നും അച്ഛൻ. പിന്നെ അതേ ഉള്ള ഡയലോഗ് അല്ലേ പറഞ്ഞത്? എന്റെ സുഹൃത്തെ, നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. നമ്മൾ ചെയ്യുന്നത് സീരിയലാണ്. സീരിയലിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. അതായത് ഈ അമ്മ എന്നും അമ്മയല്ലേ, അത്രേ ഉള്ളൂ. അതിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കയറ്റി ഇടേണ്ട ആവശ്യമില്ല. കാരണം അത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മ എന്നും അമ്മയല്ലേ, അത്ര മാത്രം പറയാം. കാരണം ഫീൽ ചെയ്ത് പറയാം. അവരെഴുതി വെച്ചിട്ടുണ്ട്. അത് കയ്യിൽ ഇടാൻ നിൽക്കില്ല. കാരണം ഇത് ചാനലിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ സ്ക്രിപ്റ്റ് ആണ്. ഇതോ ആ അപ്രൂവലോ? ആ ഇത് ആര് തന്നത്? ഈ ചാനലിന്റെ ഹെഡ്. കെട്ടിന് തന്നെ ദോഷം ആണല്ലേ? ഇയാൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞു. അമ്മ എന്നും അമ്മയല്ലേ? അമ്മ എന്നും അമ്മയല്ലേ? നിങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങ് ഇരുന്നോ. ഇന്ന് വന്നിട്ട് ഷോപ്പിങ്ങിന് സിനിമയ്ക്ക് പോണോന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. കണ്ണുവിട്ട് ശ്വാസം നേരെ വിട്. പെടലി വെട്ടിക്ക്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. നീ പഴം പുഴിയ പോലെ അങ്ങ് നിന്നോണം. അത്രേ ഉള്ളു. ഇനി നിന്റെ ഡയലോഗാണ്. വളരെ ഭൂമിയോളം തകർന്നു നിൽക്കുന്ന മനുഷ്യനെ പോലെ പറയണം. നീ എന്നോട് ക്ഷമിക്കണം, ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് പോകാം. നീ ഇത്ര മതിയാവോ? നീ എന്നോട് ക്ഷമിക്കണം, ഇനിയും ഉണ്ടല്ലോ നമുക്ക് സമയം പോകാൻ. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ നീ പറഞ്ഞ ഡയലോഗാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം? നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം? എന്റെ പ്രിയപ്പെട്ട മേനകെ, നീ എന്റെ എല്ലാമല്ലേ? എന്റെ പ്രിയപ്പെട്ട മേനകെ, നീ എന്റെ എല്ലാമല്ലേ? ദേഹത്തോട്ടുള്ള അഭിനയൊന്നും വേണ്ടേ? അല്ലാതെ അങ്ങനെ പറയുമ്പോ ചെയ്യണ്ടേ? നീ വേറെ വല്ല കാര്യമുണ്ട്. നീ പറഞ്ഞ ഡയലോഗ് നീ പറഞ്ഞവേ. പിണക്കമൊക്കെ മാറിയല്ലോ. ഇനി വേഗം പോയി ഒരുങ്ങ്. എന്നിട്ട് വേഗം പോയി ഒരുങ്ങ്. എന്നിട്ട് 5 ലക്ഷം രൂപ വിലയുള്ള നെക്ലസ് താൻ മറക്കല്ലേ. എന്നിട്ട് ഏട്ടൻ പിറന്നാളിന് ഞാൻ കഴിഞ്ഞിടാം. താത്ത് പറയണം. വളരെ ഏട്ടൻ പിറന്നാളിന് മേടിച്ചെന്ന ആ 5 ലക്ഷം രൂപയുടെ നെക്ലേസ് ഇടാൻ മറക്കല്ലേ. കൂട്ടത്തിൽ എന്റെ 150 രൂപയുടെ ഒറ്റമുണ്ടും എടുക്കാൻ മറക്കരുത്. ഓക്കെ,
ആ സന്തോഷത്തിൽ പോവുകയാണ്. സന്തോഷത്തിന്റെ ഒരു സാധനം ഇട്. ഇതാ സന്തോഷം. എന്നാ ഞാൻ പോയിട്ടിട്ട് വരാം. ഒരു കറങ്ങ് കൂടെ നടക്കും സാർ. ഇങ്ങനെയാ. അടുത്ത സീനിലേക്ക് പോവാണ്. മിണ്ടല്ലേ? ഉറങ്ങി അല്ല, ആ സീൻ കട്ടാ. അടുത്ത ഡയലോഗ് നിന്റെയാണ്. സന്തോഷിച്ച് നിൽക്കുന്ന ഇദ്ദേഹത്തോട് നീ പറയുകയാണ്, അതായത് എല്ലാം നഷ്ടപ്പെട്ട് എന്തോ അപരാധം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫീൽ, ആ ഫീൽ കിട്ടണം. നീ പറയാണ്, പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോയാലോ? ഞാൻ കൈന്നിട്ടോട്ടെ. കൈന്നിട്ടോ. മേനകെ മേനകെ, ഷോപ്പിങ്ങിന് പോകുമ്പോ എന്റെ മാതാവിനെ കൂടെ കൂട്ടിയാലോ? പിന്നെ ഇത് ഭക്തി സീരിയലല്ലേ എന്ന് പറഞ്ഞ മാതാവിനെ കൂട്ടാൻ. എന്നാ എന്റെ അമ്മയോടെ കൂട്ടിയാലോ? അത് വളരെ തകർന്ന് നിൽക്കുന്ന പോലെ ചോദിക്കുക. എന്നാ സീരിയലിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആണുങ്ങൾക്കൊന്നും ഒരു സംഭവം ഇല്ല. അങ്ങനെ പറ. അത് പറഞ്ഞ മേനകെ, നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോ എന്റെ അമ്മയെ കൂടെ കൂട്ടിയാലോ? ഇത് ഇവിടുത്തെയാണ്. നിങ്ങളെന്റെ വായിലിരിക്കുന്നത് പോലെ കേക്കും. നിങ്ങളെന്റെ വായിലിരിക്കുന്നത് വല്ല കേക്കും വെച്ചില്ല. ആ കുമ്മൊക്കെ വെക്ക് നിങ്ങള്. അല്ല, ഇതിൽ ഇല്ലാത്തത് പറയണ്ടെന്ന് പറഞ്ഞു സാറ്. ഞാനല്ലേ, ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറ. കുമ്മ വെച്ചു. നിങ്ങളെന്റെ വായിലിരിക്കുന്നത് പോലെ അത് കേൾക്കും. നിങ്ങളെന്റെ വായിലിരിക്കുന്നതല്ലേ കേക്കും. അടിപൊളി. നേരെ തിരിഞ്ഞിട്ട് ഇനി ക്യാമറ, ഇതിലേക്കുമാണ് ക്യാമറയിലേക്ക് ഇതൊക്കെ പറയാണ്. എന്തിനും ഏതിനും ആ തള്ളയില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലല്ലേ? തള്ളയില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലല്ലേ? ഈശ്വരാ, എന്തൊരു വിധിയാണിത്. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ ദിവസം മുതൽ കേൾക്കുന്നതാ. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ ദിവസം മുതൽ കേൾക്കുന്നതാ. ഈ തള്ള 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 ഒരു തള്ള തള്ള തള്ള. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ തള്ളമാർക്ക് ചത്തുകൂടെ? ഒരു പ്രായം കഴിഞ്ഞാൽ ഈ തള്ളമാർക്ക് ചത്തുകൂടെ? നേരം വെളുക്കും എഴുന്നേക്കും, പ്രാർത്ഥനയോട് കൂടി പ്രാർത്ഥന. അത് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ തുടങ്ങും തീറ്റയോട് തീറ്റ. നേരം വെളുക്കുമ്പോ തുടങ്ങും തീറ്റയോട് തീറ്റ. ഇനി നടക്കണോ? ഇനി നാം പറഞ്ഞല്ലോ, ഒരു ക്യാമറ അവിടെ നിൽപ്പുണ്ട്. ആ ക്യാമറയിലായിരിക്കും എപ്പോഴും നമ്മുടെ നോട്ടവും കാര്യങ്ങളും ഒക്കെ. അവിടുന്ന് ഇങ്ങോട്ടോ പിഴഞ്ഞൊന്നും പോലെ. ഓക്കെ, പിഴഞ്ഞു. ഞാൻ എപ്പോഴും പഴപ്പം പിഴുങ്ങിയായിട്ട് വിടല്ലേ? നിന്നെ പുഴുങ്ങി നിർത്തിയോ? ഓക്കെ. ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണോണ്ട് കുഴപ്പമില്ല. ഒരിക്കലും തിരിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ കണ്ണുരുളണം, ശ്വാസവും വിടണം. ഏതു നേരം നോക്കിയാലും പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഏത് നേരം നോക്കിയാലും പ്രാർത്ഥനയോട് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലാത്ത സമയത്തോ? പ്രാർത്ഥന ഇല്ലാത്ത സമയത്തോ? ഏതു നേരവും തീറ്റി. ഏത് നേരം തീറ്റി. രാവിലെ എഴുന്നേക്കുന്നു, തിന്നുന്നു, പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് വരുന്നു, തിന്നുന്നു, പ്രാർത്ഥിക്കുന്നു. അതെ, വൈകുന്നേരം കാപ്പി കുടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ അടുത്ത് ഒറ്റ പ്രാർത്ഥന കാരണം ഞാനത് വായിക്കട്ടെ. നിൽക്കുക. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ ഒറ്റ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം. ഓക്കെ, പിടിച്ചോ. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം ദൈവം തമ്പുരാൻ പോലും മേളിലോട്ട് വിളിക്കുന്നില്ലല്ലോ. എങ്ങനെ വിളിക്കും? അവിടെ ചെന്നാൽ ദൈവത്തിന് പോലും ഈ തള്ള സ്വൈര്യം കൊടുക്കത്തില്ലല്ലോ. ഒരു എക്സ്പ്രഷൻ എടുത്തു. മറ്റത് പറഞ്ഞില്ല, എത്രയോ പേര് വണ്ടിയിടിച്ചും പാമ്പ് കടിച്ചും മരിക്കുന്നു. ഈ തള്ളക്ക് പോലും, ദൈവത്തിന് പോലും ഈ തള്ള വേണ്ടല്ലോ. അതങ്ങനെ പറ. വെള്ളം വേണോ? സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, സീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. പെണ്ണുങ്ങളുടെ വെപ്രാളവും അതുപോലെ തന്നെ ഈ ബ്രീത്തിങ്ങും കണ്ണുരുട്ടുന്ന സാധനം എല്ലാം വേണം. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നതിൽ തീരുവാണ്. എന്തൊരു വിധിയാണ് ഈശ്വരാ. ഇപ്പതാണ് കറക്റ്റ്. നീ ഡയലോഗ് ഇല്ലേ? നീ പഴം പുഴുങ്ങിയതുപോലെ അങ്ങ് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. കണ്ടോ? കണ്ടല്ലേ, പെണ്ണുങ്ങൾ സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേർക്കത്ത് പോലും ഇല്ല. പക്ഷെ ഞാൻ ഇത്ര സാധനം പറഞ്ഞു കൊടുത്തപ്പോ എന്റെ അവസ്ഥ ഉണ്ടോ? ഇതാണ് ദൈവം ചിലർക്ക് മാത്രമേ ഓരോ വരം കൊടുക്കുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാനാണ് ഭൂമിയിൽ ഈ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്.